എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് തലമുണ്ടയിൽ നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്ത്. നിരവധി രോഗബാധിതരുള്ള ജനവാസ മേഖലയോട് ചേർന്നാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. എടപ്പാൾ ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ് തലമുണ്ടയിൽ നിർമ്മിക്കുന്ന മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തി. നിരവധി രോഗബാധിതരുള്ള ജനവാസ മേഖലയോട് ചേർന്നാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ മൊബൈൽ ടവർ നിർമ്മിക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല ഇത് എന്താ സംഭവം. തൊട്ടടുത്തുള്ള വീട് പണിയാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ JCB വന്നത്. അന്ന് വൈകുന്നേരം തന്നെ അത് വലിയൊരു കുഴിയാക്കി കഴിഞ്ഞപ്പോഴാണ് ടവർ വരികയെന്ന് പറഞ്ഞത്. പിന്നെ നിർമ്മാണം തടഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്ന് അത് നിർമ്മാണം നിർത്തിയൊക്കെ അവരോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്കൊക്കെ അതിൽ പ്രതിഷേധം മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. തൊട്ടടുത്ത സ്കൂളുണ്ട്, 2 MH സ്കൂളുണ്ട്. ഇവിടെയൊക്കെ വയസ്സന്മാരും വൃദ്ധരും രോഗികളാണ്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർ, കിഡ്നീസ് കംപ്ലൈൻറ്റുള്ള ആൾക്കാർ, അതുമാതിരി പരിസരത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുമുണ്ട്. അവർക്കൊക്കെ ഇതിന് എതിർപ്പാണ്. ഞങ്ങൾ എന്തിനും ഇത് തടസ്സത്തിന് തയ്യാറാണ്, എന്തും നേരിടാൻ തയ്യാറാണ്. മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ പ്രദേശവാസികൾ ഒപ്പുശേഖരണം നടത്തി എടപ്പാൾ പഞ്ചായത്തിലും വില്ലേജിലും പൊന്നാനി താലൂക്കിലും പരാതി നൽകിയിട്ടുണ്ട്. വീട് നിർമ്മാണമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ആദ്യം പ്രവർത്തികൾ തുടങ്ങിയത്. തങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്ന പ്രവർത്തനമാണ് മൊബൈൽ ടവർ നിർമ്മിക്കുന്ന പറമ്പിന്റെ ഉടമ ചെയ്തതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇതിവിടെ വന്ന പറ്റില്ല. ഇവിടെ ചെറിയ കുട്ടികളുണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്, സുഖമില്ലാത്ത ആൾക്കാരുണ്ട്. ഇതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതേ അഭിപ്രായം തന്നെയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ നടപടിയെടുക്കാൻ നിയമപരമായ സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടെന്നും എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കളക്ടർക്ക് പരാതി നൽകുമെന്ന് വാർഡ് മെമ്പർ A. ദിനേശൻ പറഞ്ഞു. തലമുണ്ടയിൽ ജനവാസ മേഖലയിൽ കുറേ വീടുകൾ തിങ്ങിപ്പാർത്ത് കുറേ ജനങ്ങളുള്ള സ്ഥലങ്ങൾ, വീടുകൾ, അതുപോലെ തന്നെ MH സ്കൂള്, അങ്ങനെയുള്ള സ്ഥലത്ത് ജനവാസ സ്ഥലത്ത് 2 സ്കൂളിലാണ്. കുറച്ചും കൂടി മാറിക്കഴിഞ്ഞാൽ CMC LP സ്കൂള്, ഇങ്ങനെയുള്ള സ്ഥലത്തൊരു ടവർ വരുമ്പോൾ ജനങ്ങൾ ആശങ്കയിലാണ്. അതിന് ജനങ്ങൾ ഇവിടെ ഇത് സ്ഥാപിക്കരുതെന്നുള്ളൊരു ആവശ്യക്കാരാണ്. എന്താ പറഞ്ഞാൽ ജനങ്ങൾ കുറേ ബൈപ്പാസ് കഴിഞ്ഞവരും രോഗികളും എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നാട്ടുകാരുടെ ആവശ്യം ഈ ടവർ ഇവിടെ വരരുതെന്നാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം പഞ്ചായത്തിന് അതുപോലെ പോലീസ് അങ്ങനെയുള്ള ഇതിനൊന്നും ഇത് നിർത്താനുള്ള അധികാരമില്ല. ഇനി കളക്ടർക്ക് ഒരു നിവേദനം കൊടുക്കാനുള്ള അധികാരം ഉള്ളൂ എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്നാലും അതുമായി മുന്നോട്ട് പോകുന്നതാണ്. മൊബൈൽ ടവർ നിർമ്മാണത്തിനെതിരെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് പോരാടാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. NCV ന്യൂസ് എടപ്പാൾ. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.